ഹായ് ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അച്ചാച്ചൻ ഉണ്ടാക്കിയ കൃഷിയാണ്. ആദ്യം നമ്മൾ പറയാൻ പോകുന്ന തക്കാളി, ഇംഗ്ലീഷിൽ പറയുക ടൊമാറ്റോ. ഇത് വലുതായി ഇങ്ങനെ വരും. അന്നേരം ഇത് ചുവന്ന കളറായി വരും. അത് പഴുത്തിച്ച് നമുക്ക് തിന്നാൻ പറ്റും. അടുത്ത പറയുന്ന മുളകിന് ഞാൻ പറയുന്നത് ഇതും റെഡ് കളറായി, റെഡ് ചില്ലി എന്നാ പറയാ. നല്ല എരിവുള്ള ചില്ല. പിന്നെ ഇല്ല ഇതാ ഇവിടെ ഒരു വെണ്ടയ്ക്ക കണ്ടില്ലേ? അത് വലുതായി വന്നാൽ നമുക്ക് മുളച്ചു വന്നാൽ നമുക്ക് പഴുത്ത് വന്നാലാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതാണ് വെണ്ട. വെണ്ടായി വരുന്നേ ഉള്ളൂ, ചെറിയതാ. ഇത് തിന്നും, നല്ല സാധനം. ഫ്രഷ് വെണ്ട എന്തോ ഫ്രഷ് വെണ്ട തിന്നോ. ഇതാണ് വെണ്ട, ചെറിയ വെണ്ട, പിഞ്ചു വെണ്ട. തിന്നാ നല്ല രസം ഉണ്ടാവും അല്ലേ? നല്ല ടേസ്റ്റ് അല്ലേ? വെണ്ടയ്ക്ക കൊണ്ട് നമ്മൾ സാമ്പാറൊക്കെ ഉണ്ടാക്കില്ലേ അല്ലേ? അതൊക്കെ ആടെ ഒരു ഇത്രയും വലിയ വെണ്ടയ്ക്കാണ് വന്നത്, കണ്ടില്ലേ? അങ്ങനെ വലുതായി വരുമ്പോ നമുക്ക് തിന്നാൻ പറ്റും. അത് കണ്ടില്ലേ? ആ ഇലേന് പറയുക പടവലം. ഇവിടെ ഇത് വലുതായിട്ടില്ല. ഇത് വലുതായി വന്നാൽ ഒരു നീളത്തിലുള്ള ഒരു സാധനം ഉണ്ടായി വരും. അതാണ് പടവലത്തിന്റെ ചെടി. പിന്നെ ഇത് കണ്ടില്ലേ? ഇത് വെള്ളരി ചെടി. വെള്ളരി വലുതായി വരുമ്പോൾ ആർക്കാണോ വെള്ളരി ഇഷ്ടം അവർക്ക് തിന്നാനും പറ്റും. കണിയൊക്കെ വെക്കുന്ന സാധനമാണ് ഇത്. പിന്നെ നമ്മൾ വിഷുവിനൊക്കെ തൂക്കി വെക്കൂലേ നമ്മളെ വീട്ടിൽ. പിന്നെ നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കും. പിന്നെ ആർക്കാണോ വെള്ളരി ഇഷ്ടം അവർ തിന്നാൽ മതി. എനിക്ക് നല്ല ഇഷ്ടമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇത് തക്കാളിയും വെള്ളരിയും. ഇതാണ് വൈദ്യന. മനസ്സിലായോ? ഈ വൈദ്യന്റെ കായ് കണ്ടില്ലേ? വൈദ്യന്റെ കായ് ഇപ്പൊ ഉണ്ടാവും. ആ പൂ ഉണ്ടായിരുന്നു കണ്ടോ? വൈദ്യന ഈ കണ്ടില്ലേ? ഇവിടെ ഉണ്ടാകില്ലേ? വീട്ടിൽ വാങ്ങുന്നില്ലേ? ആ വൈദ്യന. മനസ്സിലായോ? ഇതാണ് വഴുതിന. ഇനി നമ്മൾ ഇങ്ങോട്ട് പോകല്ലോ. ഇനി നമ്മൾ ഇങ്ങോട്ട് പച്ചമുളക്. അത് പറഞ്ഞ ഇതാണ് ഇതിന്റെ സപ്പോട്ട. കുറച്ചുകൂടി കഴിഞ്ഞാൽ വലിയ പ്രായമായിട്ട് വരും. എനിക്ക് ഇതൊക്കെ അറിയാം. ഇതാണ് പപ്പായ. നമ്മൾ ഇങ്ങനെ മുറിക്കും. പിന്നെ പല സാധനങ്ങളുണ്ട്. നമ്മളിങ്ങനെ കറിയൊക്കെ വെക്കും, പിന്നെ പഴുപ്പിച്ച് തിന്നും. ഇതാ ഇവിടെ കൊറേ വാഴയുണ്ട്. ഇതാണ് വാഴയില. ഇതാണ് കുഞ്ഞിച്ചീര. ഇതൊക്കെ വലുതായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഈ ചീര ഇങ്ങനെ കാണാൻ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യും. ബൈ.